2024 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm, 2 cm, 3 cm and so on form an arithmetic sequence. Write the sequence. What is the common difference? വശങ്ങൾ 1 cm, 2 cm, 3 cm എന്നിങ്ങനെയുള്ള സമചതുരങ്ങളുടെ ചുറ്റളവുകൾ സമാന്തര ശ്രേണിയിലാണ്. സമാന്തര ശ്രേണി എഴുതുക. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3 സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ ആണ്. മൂന്നാമത്തെ സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഈ 3 സ്ക്വയറുകളുടെയും പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവുകൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണ് അഥവാ സമാന്തര ശ്രേണിയിലാണ്. ആ സീക്വൻസ് എഴുതാനായിട്ടാണ് ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 4 into സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളം. ഇതാണ് ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 4 into 1. 4 into 1 എത്രയാ? 4 തന്നെ. ഇനി രണ്ടാമത്തെ സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 4 into വശങ്ങളുടെ നീളം. 4 into 2 എത്രയാണ്? 4 into 2 8. ഇനി മൂന്നാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 4 into സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളം. 4 into വശങ്ങളുടെ നീളം എത്രയാണ്? 3. 4 into 3 12. അതായത് ഇതൊരു സീക്വൻസ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 4, 8, 12 എക്സെട്ര. ഇതാണ് ഈ 3 സ്ക്വയേഴ്സ് അഥവാ സമചതുരങ്ങളുടെ പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവുകളുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഇതിലെ സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം ഏതാണ്? 8 ആണ്. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 4 ആണ്. 8ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 4. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 ആണ്. 2024 SSLC എക്സാമിന് ടോട്ടൽ 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണുവാനായി അടിയിലുള്ള വീഡിയോ കണ്ടു നോക്കൂ. താങ്ക്